ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മോന് കുറഞ്ഞത് ഒരു 101 പവൻ കിട്ടേണ്ടതാ. ഇപ്പോഴത്തെ സ്വർണ്ണയുടെയൊക്കെ ഒരു വില അനുസരിച്ച് ഇപ്പം നമുക്ക് അത്രയൊന്നും വാശി പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറഞ്ഞത് ഒരു 50 പവനെങ്കിലും തന്നേ പറ്റത്തുള്ളൂ. അവൻ്റെ സ്റ്റാറ്റസിനൊക്കെ പറ്റിയത് അതൊക്കെ തന്നെയാണ്. ഞങ്ങളുടെ കുടുംബത്തെ എല്ലാവരും നല്ലോണം സ്ത്രീധനം മേടിച്ചാണ് ഞങ്ങളുടെ ആൺമക്കളൊക്കെ കെട്ടിയിരിക്കുന്നത്. എൻ്റെ ആങ്ങളയുടെ മക്കളും എൻ്റെ അനിയത്തിയുടെ മക്കളും ചേട്ടത്തിയുടെ മക്കളും ഒക്കെ. അപ്പോൾ എൻ്റെ മോനത് കുറഞ്ഞു പോകുമ്പോൾ അവനിക്കൊരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാ പറഞ്ഞത്. കുറഞ്ഞത് ഒരു 50 പവനെങ്കിലും നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ കൊടുത്തേ പറ്റത്തുള്ളൂ. ചോദിക്കുന്നവർത്തൊക്കെ ഞങ്ങൾക്കൊന്ന് പറയണ്ടേ എൻ്റെ മോനിക്ക് 50 പവനെങ്കിലും കിട്ടിയെന്ന്. 101 ഇപ്പം നമുക്ക് ചോദിക്കാൻ പറ്റില്ല. സ്വർണ്ണത്തിൻ്റെ വില അനുസരിച്ച് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കുറഞ്ഞ 50 പവനെങ്കിലും നിങ്ങൾ കൊടുത്തേ പറ്റത്തുള്ളൂ. അല്ല, അതിന് നിങ്ങളിങ്ങനെയൊന്നും നേരത്തെ പറഞ്ഞില്ലല്ലോ പെണ്ണ് കാണാൻ വന്നപ്പോൾ. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി അത്രയൊന്നും ഞാൻ കരുതി വെച്ചിട്ടൊന്നുമില്ല. പിന്നെ ബ്രോക്കറും ഒന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇപ്പോഴത്തെ സ്വർണ്ണത്തിൻ്റെ വില അറിയാമല്ലോ. അതനുസരിച്ച് ഈ 50 പവൻ എന്നൊക്കെ പറയുമ്പോൾ ഇതിപ്പോൾ ഞങ്ങളുടെ ചെറുക്കന് 101 പവൻ കിട്ടേണ്ടതാ. ഇനിയും കിട്ടും. നല്ല നല്ല ബന്ധങ്ങൾ, നിങ്ങളെക്കാട്ടി നല്ല ഉയർച്ചയുള്ള ബന്ധങ്ങൾ ഞങ്ങൾക്ക് കിട്ടും. പക്ഷെ അവനിക്ക് ഇവിടുത്തെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു പോയി. ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ? ആ ഇഷ്ടപ്പെട്ട മാത്രം പോരാല്ലോ. അവനിക്ക് കിട്ടേണ്ട സ്ത്രീധനോടെ കിട്ടണ്ടേ? ഇതിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ആലോചിച്ചെടുത്ത് ഇപ്പോൾ ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ചോദിച്ചപ്പോൾ അവരും അത് തന്നെ പറഞ്ഞത്. അവനിക്ക് നല്ല സ്ത്രീധനം മേടിച്ച് കിട്ടും. കിട്ടേണ്ടതാ. അവനിക്ക് ഈ പെണ്ണിനെ മതി എന്ന് പറഞ്ഞു. വന്ന് സംസാരിക്കാൻ പറ്റിയില്ല. വീട്ടിൽ ചെന്നപ്പോൾ അവന് പറയുന്നമ്മ എനിക്ക് പെണ്ണിനെ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കത് പോരല്ലോ. നല്ല സ്ത്രീധനമൊക്കെ മേടിച്ചിട്ട് കെട്ടണ്ടേ? അതല്ല നിങ്ങൾക്ക് അത്രയും തരാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ഈ ബന്ധം ഇവിടെ ചങ്ങ് തീരാം. എൻ്റെ മോനിക്ക് വേറെ ആരെങ്കിലും നോക്കാം. എന്തായാലും 101 പവൻ കുറഞ്ഞുള്ള ഒരു ബന്ധമൊന്നും ഞങ്ങൾ സ്വീകരിക്കത്തില്ല. കാരണം അവനിക്ക് അതിനുള്ള ജോലിയും കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് എനിക്ക് സ്ത്രീധനം വേണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ കുടുംബത്ത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ സ്ത്രീധനം മേടിച്ച് കെട്ടിയതാണ്. അപ്പോൾ എൻ്റെ മോൻ്റെ കാര്യത്തിൽ മാത്രം അത് മാറ്റം സംഭവിക്കേണ്ടല്ലോ. അതുകൊണ്ട് പറഞ്ഞതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് അങ്ങ് തീർക്കാം. എന്താ നിങ്ങൾക്ക് സമ്മതമാണോ? വേണ്ട. എന്തായാലും എൻ്റെ മോക്കും ഇഷ്ടപ്പെട്ടൊരു കല്യാണമായത്. ഇനിയിപ്പോൾ എൻ്റെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ. ഈ വീടും കുറച്ച് സ്ഥലവും ഉണ്ട്. അത് വിൽക്കാം. പിന്നെ പോരാത്തത് കുറച്ച് ലോണും ഒക്കെ എടുക്കാം. എന്നാലും നിങ്ങൾ പറഞ്ഞ സ്ത്രീധനം എനിക്ക് തരാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. എന്തായാലും അവളും ആഗ്രഹിച്ചു പോയി. നിങ്ങളുടെ മോനും ആഗ്രഹിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ നടക്കത്തുള്ളൂ. അല്ലാതെ വേറെ എന്താ? ആഹാ, അത് മതി. നമുക്ക് പഠിച്ച് കല്യാണം ഇച്ചിരി നീട്ടിയൊക്കെ വെക്കാം. വേണേൽ നിങ്ങളുടെ ഈ വീടൊക്കെ ഒന്ന് വിറ്റെടുക്കണ്ടേ? വീടും നിങ്ങളുടെ സ്ഥലമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഒന്ന് എല്ലാം ആൾക്കാരൊക്കെ ഒന്ന് ഏർപ്പാടാക്കും. ഇപ്പം നല്ല വില കിട്ടുമല്ലോ. അപ്പോൾ പറഞ്ഞ സ്ത്രീധനമൊക്കെ കിട്ടും. പിന്നെ ലോണും അതൊക്കെ കിട്ടിയിട്ട് നമുക്ക് ഡേറ്റൊക്കെ എടുക്കാം. എല്ലാം നമുക്ക് വേണം. നമുക്കൊരു 6 മാസത്തിനുള്ളിൽ എല്ലാ സംഭവങ്ങളൊക്കെ എല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കും. ഞങ്ങളുടെ തന്നെ ആൾക്കാർ എൻ്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട് കുറച്ച് പേര്. പറഞ്ഞാൽ അവരും ഒന്ന് നല്ലത് നമ്മൾ പറയുന്ന വിലയ്ക്ക് തന്നെ അവരെടുത്തോളും. അതുകൊണ്ടെങ്കിൽ നമുക്ക് കിട്ടുമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് കല്യാണം ഉറപ്പിക്കാം. ഇപ്പോൾ ഒരു വാക്കിന് ധാരണയായല്ലോ. എന്നാൽ പിന്നെ മോളെ ഇങ്ങോട്ട് വിളിക്ക്. അന്ന് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നേ കണ്ടിട്ടുള്ളൂ മോളെ. ഇന്ന് ഫോട്ടോയെ കണ്ട്. എന്നാലും നേരിട്ടൊന്ന് വിളിച്ചോ, ഒന്നും കൂടെ ഒന്ന് കാണാമല്ലോ. ആ മോളേടി, നീ വാ. ആ ദേ, നിങ്ങളൊന്നും അറിയണ്ട. നിങ്ങളുടെ കല്യാണം ഞങ്ങളങ്ങ് ഉറപ്പിച്ചു. എന്തായാലും ഇച്ചിരി സാവകാശമുണ്ട്. ഒരു 6 മാസത്തെ ഒരു കാലാവധിയേ ഉള്ളൂ കേട്ടോ. അതിനുള്ളിൽ ഉടനെ എൻ്റെ വീട്ടിലോട്ടങ്ങ് വന്നേക്കണം. ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. കല്യാണമൊക്കെ ഞങ്ങൾ ഉറപ്പിച്ചു. ഇനിയിപ്പം അവനിക്കാണെങ്കിൽ മോളെ തന്നെ മതിയെന്നും പറഞ്ഞിരിക്കും. എനിക്ക് ആദ്യമേ ഒറ്റ തൊട്ടത്തി മോളെ എനിക്കിഷ്ടമായി. പിന്നെ സംസാരിച്ചൊക്കെ വന്നപ്പോൾ ഒരു വാക്ക് തർക്കം. അതൊക്കെ മാറി. എല്ലാം ഉറപ്പിച്ചേട്ടാ. അതിന് കല്യാണം എന്നൊക്കെ പറയാമോ? കച്ചവടം എന്നല്ലേ പറയാം. തൂക്കി മേടിക്കുന്നതും. വില ഉറപ്പിച്ച് മേടിച്ചെന്ന് പറ. അതിന് കല്യാണം എന്ന് പറയണ്ട. മോളെടി, നീ എന്തീ പറയുന്നേ? ഞാൻ എന്തിനാ മിണ്ടായിരിക്കേണ്ടത്? ഇതെൻ്റെ കാര്യമല്ലേ. അപ്പം ഞാനല്ലേ സംസാരിക്കേണ്ടത്. ഇതിപ്പോൾ ഇവിടെ കല്യാണ ആലോചനയൊന്നും അല്ലല്ലോ നടന്നത്. അവരുടെ മോൻ വന്നു,
പെണ്ണ് കണ്ടിട്ട് പോയി, എന്നെ ഇഷ്ടപ്പെട്ടു. അന്ന് ഇവരാരും ശ്രീധരനെ പറ്റി ഒന്നും സംസാരിച്ചില്ല. ഇപ്പം വന്നിട്ട് ഇവരിങ്ങനെ വിലപേശേണ്ട കാര്യം എന്താണത്? ഈ വീടും വിറ്റ് സ്ഥലവും വിറ്റ് പോരാത്തിന് ഉമ്മയെ കൊണ്ട് ലോണും എടുപ്പിച്ച് അവരുടെ കാര്യം നടന്ന് കിട്ടുന്നുണ്ട്. ഇത്രയൊക്കെ ഉമ്മ കൊടുത്തു കഴിയുമ്പോൾ ഉമ്മയുടെ മകൾക്ക് അവിടെ സുരക്ഷിത വേണമെന്ന് ഉമ്മക്ക് വല്ല ഉറപ്പുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇതിലും വലിയ സ്ത്രീധനം കൊടുത്തവർ ഇപ്പം തന്നെ ഈ ഭൂമി തന്നെ ഇല്ല. അവർക്ക് ഈ പണവും ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ അവർ പിന്നെയും ആവശ്യപ്പെടുത്തില്ലേ അമ്മ? ഇത്രയൊക്കെ ഉമ്മ കഷ്ടപ്പെട്ട് എന്നെ വളർത്തി ഇത്രമേലാക്കിയത് ഇങ്ങനെയുള്ളവരൊക്കെ കൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉമ്മ എനിക്ക് നടത്തി തന്നത്. അതെനിക്ക് ഏറ്റവും വലുതായിട്ട് വേണ്ടത് എനിക്ക് വിദ്യാഭ്യാസമാണ്. അതും ഉമ്മ എനിക്ക് തന്നു. ഇപ്പം എനിക്കൊരു ജോലിയുണ്ട്, പോരെ നല്ല ശമ്പളമുണ്ട്. അത് പോരെ അമ്മ ജീവിക്കാനായിട്ട്? അതെ, അല്ലാതെ ഇതേപോലത്തെ കാരുടെ വീട്ടിൽ ചെന്ന് പെട്ടാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുന്നുണ്ടോ? കല്യാണം വേണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല, വേണം. പക്ഷെ ഇങ്ങനത്തെ ഉള്ള ബന്ധത്തിലല്ല വേണ്ടത്. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ സ്വീകരിക്കുന്ന, ഒരു തരി സ്ത്രീധനം പോലും വേണ്ടാന്ന് പറയുന്ന ആക്കെ ഞാൻ ഇനി കല്യാണത്തിന് സമ്മതിക്കത്തുള്ളൂ. അല്ല ഇതേപോലത്തെ ഒക്കെ അവരുടെ മുന്നിലൊന്നും ഞാൻ വന്ന് നിൽക്കത്തുമില്ല. എനിക്ക് കല്യാണം വേണ്ടാതാനും. നിങ്ങളെ പോകാൻ നോക്ക്. നിങ്ങളുടെ മോനിക്ക് പറ്റിയ പെണ്ണ് ഇവിടെ ഇല്ല. പെണ്ണല്ലല്ലോ ചോദിക്കുന്നത്, സ്ത്രീധനം. സ്ത്രീധനം ചോദിച്ച് വന്നിരിക്കുന്നു. ഇതൊരുമാതിരി തൂക്കി വിൽക്കുന്ന പോലത്തെ അവസ്ഥയാണ്. പെണ്ണിന് കൊടുക്കുന്നതിനോടൊപ്പം അതിൻ്റെ അടുത്ത സ്ത്രീധനം കൂടെ. നിങ്ങൾ വന്ന വഴി പോകാൻ നോക്ക്, ചെല്ലി. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കത്തൊന്നുമില്ല. അയ്യോ, ഇത്രയും നാക്കും കഴുത്തിനും ചുറ്റും നാക്കിനുള്ള പെണ്ണിനെ എൻ്റെ മോനെ കൊണ്ട് കെട്ടിക്കാന് കാണുന്ന പോലെ അല്ലല്ലോ നീ. സ്ത്രീധനം, അതേ, സ്ത്രീധനം ചോദിച്ചു ആൺമക്കളുള്ളവർ സ്ത്രീധനം ചോദിച്ച് മേടിക്കും. അത് നാട്ടുനടപ്പ് തന്നെയാണ്. അയ്യോ, എന്നും പറഞ്ഞുകൊണ്ട് നിന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ദേ, ഞാനും നിർത്തി ഉടച്ച ബന്ധം. അല്ലെങ്കിൽ നിന്നെയൊക്കെ ആർക്ക് വേണം? ചോദിക്കാൻ വന്ന എന്നെ വേണമല്ലോ അടിക്കാനായിട്ട്. ഓ, ഇനി ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. എൻ്റെ മോള് പറഞ്ഞതുപോലെ സ്ത്രീധനം മോഹിച്ച് വരുന്നവർക്കെന്നൊക്കെ എങ്ങനെ വിശ്വസിച്ച് പെണ്ണ് കെട്ടിച്ചു കൊടുക്കുക? അവർക്ക് അവിടെ എന്ത് സുരക്ഷിതയുള്ളത്? നല്ലൊരു പെണ്ണിനെ വേണ്ടി എല്ലാവരും എൻ്റെ മോനിക്ക് വേണ്ടി നല്ലൊരു പെണ്ണ് വേണമെന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ നല്ല സ്ത്രീധനം വേണമെന്നും കൂടെ ആയിരിക്കും പറയുന്നത്. ഇനി ഒരു തീരുമാനം ഞാൻ എടുത്തു. എൻ്റെ മോള് പറഞ്ഞതുപോലെ തന്നെ 1 രൂപ സ്ത്രീധനം വേണ്ടെന്ന് പറയുന്നവർക്കേ എൻ്റെ മോളെ ഇനി ഞാൻ കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ. അല്ലാതെ പെണ്ണ് കാണുന്നതിനനുസരിച്ച് സ്ത്രീധനോടെ കൂട്ടി ചോദിച്ചാലേ ഇവിടെ ഇല്ല. എൻ്റെ മോൾക്ക് ഇഷ്ടമുള്ളത് ഞാൻ കൊടുക്കും. അത് അവൾക്കുള്ളതാണ്, അല്ലാതെ ചെറുക്കൻ്റെ വീട്ടുകാർക്കുള്ളതല്ല. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ മോളെ കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ. അവൾക്കിപ്പോൾ സ്വന്തമായിട്ട് ജീവിക്കാനുള്ള വരുമാനം വരെ അവൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അവളെ മനസ്സിലാക്കി ആരാ വരുന്നത് വെച്ചാൽ അവർക്കേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ പോകാൻ നോക്ക്. നേരെ സന്ധ്യ ആവുന്നതിന് മുമ്പുണ്ട്. ചെല്ലി, നീ വാ മോളെ.